എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് ഖിലാഫത്തും നിസ്സഹകരണ പ്രസ്ഥാനവും. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. തുർക്കിയിലെ ഖലീഫയുടെ നഷ്ടപ്പെട്ട അധികാരം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം 1919 തുടക്കത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി ആർജിച്ചു തുടങ്ങിയിരുന്നു. അക്കൊല്ലം നവംബറിൽ ഡൽഹിയിൽ കൂടിയ അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനത്തിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കണമെന്ന നിർദ്ദേശം ആദ്യമായി ഉയർന്നു വന്നത്. ഈ സമ്മേളനത്തിൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിരുന്നു. ഖിലാഫത്ത് പ്രശ്നത്തിന് ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനും ഹിന്ദു മുസ്ലിം മൈത്രി സ്ഥാപിക്കാനും ഒരു സുവർണ അവസരമായാണ് ഗാന്ധി ഈ പ്രശ്നത്തെ കണ്ടത്. അതിനാൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അദ്ദേഹം പിന്തുണയ്ക്കുകയും അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുകയും ചെയ്തു. 1920 ജൂണിൽ അഹമ്മദാബാദിൽ ചേർന്ന കേന്ദ്ര ഖിലാഫത്ത് കമ്മിറ്റിയുടെ യോഗം ഗവൺമെന്റിനെതിരെ ഒരു നിസ്സഹകരണ പരിപാടി പ്രഖ്യാപിച്ചു. ബഹിഷ്കരണവും നികുതി നിഷേധവും ഉൾപ്പെട്ടിരുന്ന ഈ പരിപാടി വിജയിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണ അനിവാര്യമായിരുന്നു. അതിനാൽ നിസ്സഹകരണ പരിപാടിക്ക് കോൺഗ്രസിൻ്റെ അംഗീകാരവും പിന്തുണയും നേടിയെടുക്കുന്നതിന് ഗാന്ധി ശ്രമങ്ങൾ ആരംഭിച്ചു. 1920 സെപ്റ്റംബറിൽ കൽക്കത്തയിൽ വച്ച് ചേർന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക സമ്മേളനം ഗാന്ധിജിയുടെ നിസ്സഹകരണ പരിപാടിയെ അംഗീകരിച്ചു. പ്രക്ഷോഭത്തിന് നേതൃത്വമേകാനുള്ള ചുമതല സമ്മേളനം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. 1920 ഡിസംബറിൽ നാഗ്പൂരിൽ കൂടിയ കോൺഗ്രസ് സമ്മേളനം കൽക്കത്ത സമ്മേളനത്തിൽ അംഗീകരിച്ച നിസ്സഹകരണ പരിപാടിയെ ശരിവച്ചതോടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കപ്പെട്ടു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് 3 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, സ്വരാജ് നേടുക. ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ വാച്ചിങ്.